ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പന്തളത്താണ്. അപ്പോൾ പന്തളത്ത് ആ വലിയ കോയിക്കൽ രാജ കുടുംബങ്ങളുടെ കൊട്ടാരവും അതുപോലെ പന്തള വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഒക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഐതിഹ്യങ്ങളിലേക്കും ആ കാഴ്ചകളിലേക്കും നമുക്ക് കൂടെ പോവാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അയ്യപ്പസ്വാമിയുടെ കാര്യം, ശബരിമല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഐതിഹ്യങ്ങളായിട്ടും നിലനിൽക്കുന്നുണ്ട്. നമുക്കിന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ, അതായത് കൊട്ടാരത്തിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ പോയെണ്ണു. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനും അത് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹരിഹരപുത്രനായ ശബരിഗിരീശൻ്റെ, മണികണ്ഠൻ്റെ കഥകളറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും നമുക്കറിയുന്ന ഒരു സമയം കിട്ടിയ ആ ഒരു സമയത്ത് അവിടെ പോയപ്പോൾ ആ കഥകൾ ഒന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതായത് വലിയ കോയിക്കൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ, അതുപോലെ ആ രാജ കുടുംബത്തിൻ്റെ കഥയുടെ ഉത്ഭവം തന്നെ, മണികണ്ഠൻ്റെ കഥയുടെ ഉത്ഭവം തന്നെ ആ കോയിക്കൽ കൊട്ടാരത്തു നിന്നാണ്. അതായത് രാജരാജ വർമ്മ തമ്പുരാൻ ആ ഒരു സമയത്ത് പന്തളം രാജാവിന് കുട്ടികളൊന്നുമില്ലാതെ വളരെ ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് അങ്ങനെ വനത്തിൽ കുട്ടിയുടെ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അങ്ങനെ ആ കരച്ചിൽ കേട്ട സ്ഥലം, അതായത് അത് പമ്പയാണ്. അവിടെ നിന്നാണ് മണികണ്ഠനെ കാണുന്നതും. അതായത് ഒരു അപൂർവ നല്ല തേജസ്സുള്ള ഒരു മണി കെട്ടിയ കുട്ടിയെ കാണുകയാണ്. അങ്ങനെ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ കൊടന്ന്, അതായത് ഹരിയും ഹരനും ചേർന്ന മോഹിനി രൂപത്തിൽ, അതായത് ശിവനും വിഷ്ണുവും ചേർന്ന ആ വിഷ്ണുവിനെ മോഹിനി രൂപം കണ്ട് ഭ്രമിച്ച് അതിലുണ്ടായ ആ പുത്രനാണ്, ഹരിഹരസുതനാണ് അയ്യപ്പൻ എന്നുള്ള ആ ഒരു സങ്കല്പം അവിടെ ഉണ്ട്. അതിനപ്പുറം ഇങ്ങനെ ഈ കുട്ടിയായിട്ട് ഇവിടെ മനുഷ്യരൂപത്തിൽ ജനിച്ചു. ആ കുട്ടിയെ പന്തളരാജൻ എടുത്ത് വളർത്തി എല്ലാ ശസ്ത്രവിദ്യകളും വശം ആക്കി കൊടുത്തു. അപ്പോൾ ആ അയ്യപ്പൻ്റെ, ആ മണികണ്ഠൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണ് ഈ പന്തളം. അതാണ് പന്തള രാജകൊട്ടാരവും ഈ പരിസരവും. അപ്പോൾ അത് ഏറ്റവും വലിയ ഒരു ഐതിഹ്യം തന്നെയാണ്. കാരണം ആ ഭൂമിയിൽ നമുക്ക് ചവിട്ടാൻ കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് പുണ്യം കിട്ടുമെന്നുള്ള തരത്തിലാണ്. കാരണം അത്രയ്ക്കും വളരെ മഹത്തരമായ ഒരു സ്ഥലമാണ് പന്തളം കൊട്ടാരവും ആ ക്ഷേത്രവും. അപ്പോൾ ആ പരിസരത്തൊക്കെ ആ അയ്യപ്പൻ്റെ കാൽപാദം പതിഞ്ഞതാണ്. അതേമാതിരി തേവാരപ്പുര, അതൊക്കെ ഇന്നുണ്ട്. ആ തേവാരപ്പുരയിലൊക്കെ എന്തായാലും അയ്യപ്പസ്വാമിയുടെ കാൽപാദം പതിഞ്ഞിരിക്കാം. അത് ഉറപ്പായിട്ടും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനപ്പുറം മകരവിളക്കിൻ്റെ സമയത്ത് ഒരു 3 ദിവസം മുൻപാണ് ആ രാജകുമാരനായിട്ട്, അതായത് വാഴിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചപ്പോൾ ഒരുപാട് കാലം എന്നിട്ട് കുട്ടിയായി മണികണ്ഠനെ കിട്ടി വളർത്തി. അതിനുശേഷം വീണ്ടും അവർക്ക്, രാജാവിനും രാജ്ഞിക്കും, സ്വന്തം കുട്ടി വേറെ ഉണ്ടായി. അപ്പോൾ എന്നിരുന്നാലും മണികണ്ഠനെ രാജാവാക്കണം എന്നുള്ള ആ രാജാവിൻ്റെ ഒരു നിശ്ചയം
അതിനെതിരായിട്ട് രാജ്ഞിയെ മന്ത്രി പറഞ്ഞ് പറഞ്ഞ പോലെ പറ്റിച്ചു. അങ്ങനെയൊക്കെ ഒരു കുൽസിത ശ്രമത്തിലൂടെ, അതായത് ഒരു കുരുട്ടും പോരുമൊക്കെ വളരുന്ന തരത്തിലേക്ക് ആ രാജ്ഞിക്ക് ഈ മന്ത്രിയുടെ വാഗ്ധോരണിയിൽ ആ രാജ്ഞി മയങ്ങുകയും അതിനനുസരിച്ച് തൻ്റെ പുത്രനെ രാജാവാക്കിയാൽ മതി, മണികണ്ഠനെ രാജാവാക്കണ്ട എന്നൊക്കെ പറഞ്ഞ്, അപ്പം ആ മന്ത്രി പറഞ്ഞു കൊടുത്തു, എന്നാൽ വയ്യാതെയായിട്ട് അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ്, വയറുവേദനയാണ് രാജ്ഞിക്കുണ്ടായത്. അപ്പോൾ അതിന് പുലിപ്പാൽ വേണമെന്നൊരു പുതിയൊരു വൈദ്യനെ കൊണ്ട്, രാജവൈദ്യനെ കൊണ്ട് പറയിപ്പിച്ച്, അപ്പോൾ പുലിപ്പാൽ കിട്ടാൻ എവിടുന്ന് ഒരു ചാൻസും ഇല്ല, പുലിയുടെ പാല് കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് മണികണ്ഠൻ പറയുകയാണ് ഞാൻ പോവാമെന്ന് പറയുന്നതും, കാട്ടിൽ പോയിട്ട് ഞാൻ കൊണ്ടുവരാം, പുലിപ്പാൽ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും, കാരണം ഒരു കർമ്മത്തിന്, ഒരു കാര്യത്തിനൊരു കർമ്മം ഉണ്ടാവുകൊണ്ട് മഹിഷി നിഗ്രഹത്തിന് വേണ്ടിയിട്ട് അവതാരം പൂണ്ട ആ അയ്യപ്പസ്വാമി മണികണ്ഠൻ. അപ്പോൾ ഇങ്ങനൊരു എല്ലാം അതിൻ്റെ ബാക്കിപത്രങ്ങൾ തന്നെയാണ്. ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളാണ്. അങ്ങനെ മഹിഷി നിഗ്രഹത്തിനായിട്ട് പോകുന്നതും തിരിച്ചു വന്ന് ആ പുലി പാല് കൊടുത്ത് അത് കണ്ടപ്പോൾ തന്നെ രോഗം മാറിയ രാജ്ഞി അയ്യപ്പസ്വാമിയുടെ കാലിൽ വീഴുകയും മാപ്പപേക്ഷിക്കുകയൊക്കെ ചെയ്ത്, അങ്ങനത്തെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ കേട്ട കഥകളൊക്കെ ഒരുവിധം സത്യം തന്നെയാണ് എന്നുള്ളതും, കാരണം ഇന്നും അയ്യപ്പസ്വാമിക്ക് ഒരു ആ രാജകുമാരനെ വാഴിക്കാനായിട്ട് പന്തളം രാജാവ് തയ്യാറാക്കിയ തിരുവാഭരണം ഇന്നും ആ മകരവിളക്ക് സമയത്ത് 3 ദിവസം മുൻപ് ഇവിടുന്ന് തിരുവാഭരണ ഘോഷയാത്രയായിട്ട് രാജപ്രതിനിധി കൂടെ പോകുമ്പോൾ ഏറ്റവും വലിയ മഹാത്ഭുതമായിട്ട് നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നത്, ഇവിടുന്ന് തുടങ്ങുന്ന സമയം മുതൽ അവിടെ ശബരിമല എത്തുന്നത് വരെയും ഒരു ഗരുഡൻ, ഒരു കൃഷ്ണപ്പരുന്ത് കൂടെ അതിൻ്റെ വാനിലിങ്ങനെ ഈ തിരുവാഭരണത്തിൻ്റെ ഘോഷയാത്രയുടെ കൂടെ ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ്. അതിനുശേഷം പിന്നെ ആ പരുന്തിനെ കാണില്ല, അതിനു മുൻപും ആ പരുന്തിനെ കാണില്ല. അപ്പോൾ അതൊരു ഇന്നും ആർക്കും തെളിയിക്കാൻ പറ്റാത്ത ഒരു അതിശയമായി, ഒരു അത്ഭുതമായിട്ട് ആ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ആ ഒരു പരുന്ത് ഇങ്ങനെ പോകുന്ന, കൃഷ്ണപ്പരുന്ത് പോകുന്ന യാത്ര അതിന്നും അനിർവചനീയമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും വിശ്വസനീയമാണ്. അപ്പോൾ അത് കാരണം അത്രയും പ്രധാനപ്പെട്ട ആ തിരുവാഭരണങ്ങളൊക്കെ ഉള്ള പെട്ടികൾ പന്തളം രാജകുടുംബത്തിലാണുള്ളത്. അത് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ അവിടെ പോവാറുണ്ട്. ഇനി അഥവാ പോവാൻ പറ്റാത്ത ആളുകൾ ഇനിയും പോവാൻ ശ്രമിക്കുക. കാരണം പന്തളത്ത് പോയിട്ട് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് മകനെ കാണാൻ പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് പോവാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇനിയിപ്പോൾ ഈ കണ്ട ഒരു കാഴ്ച, നമുക്ക് കിട്ടിയ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ അതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കും.